പേര് ബിന്ദു കൃഷ്ണൻകുട്ടി. ഞങ്ങൾ വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അവിടെയാണ് ജീവിക്കുന്നത്, അവിടെയാണ് ജോലി ചെയ്യുന്നത്. മാതാവും ഈശോയും വഴി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2021 നവംബർ 12 എൻ്റെ ഹസ്ബൻഡിന് വലിയൊരു സർജറി കഴിഞ്ഞു. പാൻക്രിയാറ്റിക് ഡ്യൂഡനക്ടമി എന്നാണ് അതിന് പറയുന്നത്, അല്ലെങ്കിൽ വിപ്പിൾ സർജറി. 2020 ഒരു വയറുവേദന ഛർദിയും വന്നതിനെ തുടർന്ന് ഡോക്ടറെ അടുത്ത് പോയി സ്കാൻ ചെയ്തപ്പോൾ അത് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ആണെന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. 2021 സെയിം ഡേറ്റിൽ ഞങ്ങൾ വെറുതെ ഒന്ന് GPയുടെ അടുത്ത് പോയി റിക്വസ്റ്റ് ചെയ്തു, ഒരു സ്കാനും കൂടെ ചെയ്യാം, ആ കല്ല് അവിടെ തന്നെ ഉണ്ടോ എന്നറിയണമല്ലോ, ഒന്നുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അത് അവിടെ തന്നെ കാണും, എങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ കല്ല് അവിടെയുണ്ട്, അതിന് പകരം വേറെ ഒന്നും കൂടി കണ്ടുപിടിച്ചു. പാൻക്രിയാസിൽ വലിയൊരു ട്യൂമർ കണ്ടുപിടിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ CT ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ CT ചെയ്തു. CTയിലും ആ മുഴ അങ്ങനെ തന്നെയുണ്ട്, വലിയൊരു മുഴയായിരുന്നു. അറൗണ്ട് ഒരു 12 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മുഴയാണ്. പിന്നെ MRI കഴിഞ്ഞു, PET സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്തു. വേറെ എവിടെയും ഒരു കുഴപ്പവുമില്ല. പക്ഷേ CT സ്കാൻ ചെയ്തപ്പോൾ പാൻക്രിയാറ്റിക് അഡിനോകാർസിനോമ എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ നവംബർ 12 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സർജറി കഴിഞ്ഞു. 9 മണിക്കൂറോളം എടുത്തു ആ സർജറിക്ക്. അങ്ങനെ വൈകുന്നേരം 7:30 ആയപ്പോൾ സർജറി കഴിഞ്ഞു. സാധാരണ ICUയിലേക്ക് മാറ്റി. പിറ്റേ ദിവസം വെന്റിലേറ്ററിലായിരുന്നു. പിറ്റേ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അങ്ങനെ ഒരു 5-6 ദിവസം ICUയിൽ തന്നെ കിടന്നു. 7ാമത്തെ ദിവസം വാർഡിലേക്ക് മാറ്റി. എങ്കിലും ആ സർജറി ചെയ്ത സൈറ്റ്, ആ വൂണ്ട് നന്നായിട്ട് ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ഡ്രെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാർഡിലേക്ക് മാറ്റി. ഒരു ദിവസം രാത്രി പെട്ടെന്ന് ആൾക്ക് കൺഫ്യൂഷനായി, എല്ലാം വലിച്ചു പറിച്ചു. അന്ന് തന്നെ അവർ ICUയിലേക്ക് തിരിച്ച് മാറ്റി ഒബ്സർവ് ചെയ്തു. നവംബർ 25 പെട്ടെന്ന് ബ്ലീഡിംഗ് ഉണ്ടായി. അപ്പം അവർ പറഞ്ഞത് ഡ്യൂോഡനൽ ആർട്ടറി ബ്ലീഡായി എന്നാണ് പറഞ്ഞത്. ഒരു 300 ml ബ്ലഡ്, ഫ്രഷ് ബ്ലഡ് വന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ എമർജൻസി സർജറിക്ക് കയറ്റണമെന്ന് പറഞ്ഞു. തിയേറ്ററിൽ കയറ്റി. പക്ഷേ അവർക്ക് സർജറി ചെയ്യേണ്ടി വന്നില്ല, അല്ലാതെ തന്നെ അവർ സ്റ്റെൻറ്റ് ഇട്ടു. അത് മാനേജ് ചെയ്തു. അന്ന് വെന്റിലേറ്ററിൽ ഇട്ടു ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. പക്ഷേ ആ വെന്റിലേറ്റർ പിന്നെ അവരെടുത്തില്ല. അങ്ങനെ ലങ്സിൽ ഫ്ലൂയിഡ് ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ആ വൂണ്ട് ഉണങ്ങുന്നില്ല, അതിങ്ങനെ വേഴ്സ്റ്റായിട്ട് വരികയാണ്. അങ്ങനെ നവംബർ 28 അവർ വൂണ്ട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി തിയേറ്ററിലേക്ക് കയറ്റി. വൂണ്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ അത് ബോധം കെടുത്തിയിട്ട് വേണം ചെയ്യാൻ. അത്രയ്ക്ക് വലിയ വൂണ്ടും നല്ല വേദനയും കാണും. തിയേറ്ററിൽ കയറ്റി. ഒരു 4 മണിയായപ്പോൾ എനിക്ക് ഡോക്ടറുടെ ഫോൺ വന്നു. നോ കോളർ ID എന്ന് പറഞ്ഞാൽ വരുന്നത്. എനിക്ക് വരുമ്പോൾ പേടിയാണ്. അപ്പം ഞാൻ ഫോൺ എടുത്തപ്പോൾ എന്നോട് ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്: ഞങ്ങൾ പ്രകാശിനെ തിയേറ്ററിലേക്ക് എടുത്തു വൂണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സീരിയസ് ആയി, വേഴ്സ്റ്റായി കണ്ടീഷൻ. എത്ര ചെയ്തിട്ടും 80% മുകളിൽ ഓക്സിജൻ കൂടുന്നില്ല. അതുപോലെ തന്നെ ഫുൾ സപ്പോർട്ട്, വെന്റിലേറ്റർ സപ്പോർട്ടുണ്ട്, ഫുൾ ഓക്സിജൻ സപ്പോർട്ടുണ്ട്. എന്നിട്ട് പോലും ആൾക്ക് 80% കൂടുതൽ ഓക്സിജൻ കൂടുന്നില്ല. എന്തും സംഭവിക്കാം, നിൻ്റെ കൂടെ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചു. എൻ്റെ കൂടെ ആരുമില്ല. എൻ്റെ 3 മക്കൾ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. +2ഉം അന്ന് +1ഉം 9ലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അവരും ഇങ്ങനെയും കൂടെ പറഞ്ഞു, വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, പക്ഷേ ഈ സ്ഥിതിയിൽ, ഈ കണ്ടീഷനിൽ പറ്റില്ല, വേറെ ഒരു മെഷീൻ വെക്കണം, അതിവിടെ ഇല്ലെന്ന് പറഞ്ഞു. എഗ്മോ വെക്കണം, എഗ്മോ മെഷീൻ വെക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഇനി ട്രീറ്റ്മെൻറ്റ് വേണ്ട, നിങ്ങൾ പറഞ്ഞതുപോലെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടുത്തെ പബ്ലിക് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വിത്ത് ഫുൾ സപ്പോർട്ടിൽ തന്നെ, വെന്റിലേറ്റർ സപ്പോർട്ടിൽ തന്നെ ഷിഫ്റ്റ് ചെയ്തു. എന്നെ കാണാൻ അനുവദിച്ചു. ആൾ വളരെ ക്രിട്ടിക്കലായിരുന്നു, വളരെ സീരിയസ് ആയിരുന്നു. കണ്ടാൽ തന്നെ മനസ്സിലാകും. ഞാൻ പേടിച്ചു പോയി. എനിക്ക് ഒത്തിരി എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. രാത്രി 9 മണിയായപ്പോൾ പബ്ലിക് ഹോസ്പിറ്റലിൽ ICUയിൽ അവർ കയറ്റി. കുറേ സമയമെടുത്തു ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടുന്ന് മലയാളി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ICUയിൽ. അവർ കണ്ടപ്പോൾ പറഞ്ഞു ആൾ വളരെ സിക്കാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 72 മണിക്കൂർ പറഞ്ഞു. ഒന്നും പറയാൻ പറ്റില്ല, എനിക്ക് ഉറക്കമില്ല, കഴിക്കുന്നില്ല, ഞാൻ വെറും പ്രാർത്ഥന മാത്രം. അപ്പോൾ ഇത് 28-ാം തീയതി, നവംബർ 28-ാം തീയതി ഇത് നടക്കുന്നത്. ഈ 28-ാം തീയതി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജായിട്ട് അയച്ചിരുന്നു. ചേച്ചി ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു.
അപ്പം ഞാനത് തുറന്നു നോക്കിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഇത്രയും വലിയ പ്രാർത്ഥന ഞാൻ ഇതുവരെ ഇത് കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. എങ്കിലും ഞാൻ ഒന്ന് വായിച്ചിട്ട് പിന്നെയും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് സംഭവിക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഈ പ്രത്യക്ഷീകരണം എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുള്ളവർ ഉടമ്പടി എടുത്തുള്ളവരും പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ചെയ്യേ, പ്രയർ റിക്വസ്റ്റ് ഇടേ, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാം, ഉടമ്പടി എടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഉടമ്പടി ഓൺലൈൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. പക്ഷേ എന്ത് ചെയ്തിട്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ഇമെയിൽ ഓൾറെഡി രജിസ്റ്റർ ആയി എന്ന് പറഞ്ഞു വരുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്താൽ പറ്റുന്നില്ല. പക്ഷെ ഞാൻ വിശ്വസിച്ചു, ഞാൻ ഉടമ്പടി എടുത്തു എന്ന് തന്നെ ഞാൻ വിശ്വസിച്ച് അച്ഛൻ്റെ യൂട്യൂബിലെ ഉടമ്പടി പ്രാർത്ഥന ഞാൻ എഴുതിയെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി. എങ്കിലും ഞാൻ എല്ലാവരോടും ചോദിച്ചു, എങ്ങനെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ കൺഫർമേഷൻ വരാറില്ല ഇമെയിൽ? അപ്പോൾ അവരുണ്ട്, വരാറുണ്ട്. എനിക്കത് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഈ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ കാണുന്നുണ്ടായിരുന്നു. 72 മണിക്കൂർ എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞു, കുഴപ്പമില്ല, സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും പറയാറായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് പറയാറായിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 17 ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. ഞാൻ എൻ്റെ മൊബൈൽ ട്രൈ ചെയ്തു, ഒന്നുകൂടി ഉടമ്പടി എടുക്കാൻ പറ്റുന്നില്ല. ഐപാഡിൽ ട്രൈ ചെയ്തു, പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഒരു സാക്ഷി നേരത്തെ കണ്ടിരുന്നു. അവർ ഇങ്ങനെ ഒരാളിങ്ങനെ ഉടമ്പടി എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അവർ വേറെ ഇമെയിൽ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം പോയി എൻ്റെ കമ്പ്യൂട്ടറിൽ പോയിട്ട് വേറൊരു ഇമെയിൽ ID ഉണ്ടാക്കി ഞാൻ ഉടമ്പടി എടുത്തു. അപ്പോൾ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ എനിക്ക് വലിയ സമാധാനമായി. പിറ്റേ ദിവസം എന്നെ കാണാൻ അനുവദിച്ചു. കോവിഡ് ആയതുകൊണ്ട് ആരെയും കാണാൻ അനുവദിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ റിക്വസ്റ്റ് ഇട്ടു, എന്നെ കാണാൻ അനുവദിച്ചു. ഞാൻ ചെന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുള്ള എനിക്ക് ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ തന്നിട്ടുണ്ടായിരുന്നു. ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം, അതുപോലെ ചെറിയ കാശ് രൂപം, ഇതും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നു. ആളിങ്ങനെ കിടക്കുകയാണ്, ബോധമില്ല, വെൻറ്റിലേറ്ററിലായിരുന്നു. 23 ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു, ഒരു ബോധവും ഇല്ല, അൺകോൺഷ്യസ് ആയിരുന്ന ആൾ. അങ്ങനെ ഞാൻ ചെന്ന്, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ചെന്ന്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമില്ല. ഞങ്ങൾ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം ഗ്രിപ്പൊന്നുമില്ല, ഞങ്ങൾ നോക്കിയെന്ന് പറഞ്ഞു. ഞാനും ചെന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊന്ന് പിടിക്കാൻ പറഞ്ഞു. ഞാൻ കൈ വെച്ച് വിരൽ വെച്ച് കൊടുത്തു. ഒന്നുമില്ല, ഒരു ഗ്രിപ്പും ഇല്ല, ഒന്നും പിടിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉടമ്പടി തൈലം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്സ് തന്നാണ്. അത് ആരെ തന്നെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാനത് കൊണ്ടുപോയി നെറ്റിയിലും കയ്യിലും കാലിലും ഉള്ളം കാലിലും ആ മുറിവുള്ളിടത്തും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും നിൽക്കുവാണ്. അന്നേരം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ബോധവും ഇല്ലാതിരുന്ന ആൾ പെട്ടെന്ന് ഈ കൈയെടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട്, ഈ നിൽക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു. എൻ്റെ ഫ്രണ്ടായിരുന്നു അവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അതെൻ്റെ ഫ്രണ്ടാണ്. ഞാൻ അവളുടെ പേര് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആൾക്ക് സൗണ്ട് ഇല്ലായിരുന്നു. വെൻറ്റിലേറ്ററിൽ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ ട്രക്കിയോസ്റ്റമി ചെയ്തു. അതുകൊണ്ട് സൗണ്ട് ഇല്ലായിരുന്നു. ആ ട്രക്കിയോസ്റ്റമി ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ട്രക്കിയോസ്റ്റമി അവർ ഊരി മാറ്റി. അവർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 18-ാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ആൾ സംസാരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ വൂണ്ട് പിന്നെയും ഉണങ്ങുന്നില്ല. അവർക്കത് സൂച്ചർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിനകത്തുനിന്ന് പഴുപ്പും വെള്ളവും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവാണ്. അവരത് വാക്യൂം വെച്ച് ഡ്രസ്സിങ് ഇട്ടു. 1.5 മാസത്തോളം ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും ഈ വൂണ്ടൊന്ന് സൂച്ചർ ചെയ്ത് തരണമേ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് 20-ാം തീയതി അവർ തിയേറ്ററിലേക്ക് എടുത്തിട്ട് ഒരു 4 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിന്ദു, ഞങ്ങളിന്ന് പ്രകാശിനെ തിയേറ്ററിലേക്ക് എടുത്തു, ഞങ്ങൾക്ക് ആ വൂണ്ട് സൂച്ചർ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ അകത്തൊരു കുഴപ്പമില്ല, അകത്തുണ്ടായിരുന്ന എല്ലാ ഇൻഫെക്ഷനും മാറി, അത് സൂച്ചർ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 22-ാം തീയതി വാർഡിലേക്ക് മാറ്റി. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫോൺ വന്നു, ഇങ്ങനെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ പോയി കാണാമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ പോയി കണ്ടു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. വീട്ടിൽ നിന്ന് പോയ ആളെ അല്ലായിരുന്നു, ഒരു പെൻസിൽ രൂപത്തിലായി. ആകെപ്പാടെ നമുക്ക് ഒരു ഡൗട്ടാണ്, നമ്മളോട് ചോദിക്കും, അറിയുന്നില്ല, എൻ്റെ പേര്, എൻ്റെ ഫോൺ നമ്പർ, ഇതൊന്നും ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല, ഞാൻ എവിടെയാണ്, ആരോടും മിണ്ടുന്നില്ല, തല ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ ഇരിക്കും, അത്രേ ചെയ്യുന്നുള്ളൂ. അന്ന് ഞാൻ ഈ തൈലവും ഉടമ്പടി ഉപ്പും എൻ്റെ ഫ്രണ്ട്സ് തന്നതാണ്. ഞാൻ അന്ന് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിട്ടുള്ളത്. കൊണ്ടുപോയി എന്നും പൊടിയരിക്കഞ്ഞി കൊടുക്കാമെന്ന് പറഞ്ഞു. എങ്കിലും മൂക്കിൽ റൈസ് ട്യൂബ് ഇട്ടിട്ടുണ്ട്, അതവർ പ്രോട്ടീൻ ഫീഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ടീസ്പൂണിലാണ് ഈ കഞ്ഞി, ചിലപ്പോൾ 2 സ്പൂൺ കുടിക്കും. അങ്ങനെ ഈ ഉപ്പിട്ട് ഞാൻ ദിവസവും എന്നെ കാണാൻ അനുവദിച്ചു. ഞാനത് കൊടുക്കാൻ തുടങ്ങി. ഞാൻ ഈ വാർഡിലേക്ക് എൻട്രി ചെയ്യുമ്പോഴേക്കും അവിടെയുള്ള സ്റ്റാഫ്, നേഴ്സ്,
നഴ്സസ്, ക്ലീനിങ് സ്റ്റാഫ്, കിച്ചൺ സ്റ്റാഫ് ഇവരെല്ലാം ഓടി വന്ന് എന്നോട് പറയും, ബിന്ദു ഭയങ്കര അത്ഭുതമായിരിക്കുന്നു, എത്ര ഇമ്പ്രൂവ്മെൻറ്റാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതുപോലെ ഡോക്ടേഴ്സ് വരെ പറഞ്ഞു മിറാക്കുലസ് ഇമ്പ്രൂവ്മെൻറ്റാണെന്ന് പറഞ്ഞു. അവർ വരെ കൈയൊഴിഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞ് എന്നോട് ഒരു ഡിസംബർ 30 ആയപ്പം ഞാൻ വീട്ടിൽ വന്ന്, എനിക്ക് ഉറക്കമില്ല, ഞാൻ ഫുള്ള് സാക്ഷ്യങ്ങൾ ഒരു 3 മണി വരെ ഇരുന്ന് കാണും രാത്രി. അമ്മിനെ ഒരു സാക്ഷി ഞാനിങ്ങനെ കണ്ടു. ഒരു റയൽസ് ട്യൂബ് ഇട്ടിരിക്കുന്ന ഒരു ചേട്ടൻ, ആ ചേച്ചി സാക്ഷ്യം പറയുന്നതാണ്, വർഷങ്ങളോളം റയൽസ് ട്യൂബിലാണ് ഫീഡ് കൊടുക്കുന്നത്, ലിക്വിഡായിട്ടുള്ള ഭക്ഷണങ്ങൾ അയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം എങ്ങനെയോ ഇത് ഊരിപ്പോയി, തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവർക്കത് ഇടാൻ പറ്റുന്നില്ല. അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ പോണ വഴിക്ക് ഇവരൊരു ബന്ധുവിൻ്റെ വീട്ടിൽ കയറി, ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ എല്ലാവരും വെച്ച് ഇത് ആരാ കഴിച്ചു വെച്ചപ്പോൾ ഈ പുള്ളിക്കാരൻ ഞാനാ കഴിച്ചെന്ന് പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് ഞാൻ കിടന്നിടത്ത് ചാടി ചാടിയിട്ട് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, ആ റയൽസ് ട്യൂബ് മാതാവ് എങ്ങനെയെങ്കിലും എടുത്തു തരണമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ചെന്നു 1-ാം തീയതി. അപ്പം സിസ്റ്ററിൻ്റെ കൂടെ വാർഡിൽ നടക്കുവാണ്. ഞാനൊന്നും ശ്രദ്ധിച്ചില്ല, റൂമിലേക്ക് പോയി, എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഷവർ ചെയ്തിട്ടില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നീ വന്നിട്ടേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞാനും സിസ്റ്ററും കൂടെ ബെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു, ബിന്ദു ഇന്നൊരു കാര്യമുണ്ടായി. ഞാൻ പറഞ്ഞു, എന്തായിരുന്നു? അത് ആ റയൽസ് ട്യൂബ് തന്നെ ഊരിപ്പോയെന്ന് പറഞ്ഞു. അതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ മൊബൈലെടുത്ത് പ്രിൻറ്റ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് അവിടെ കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് അവരെന്നോട് എന്ത് പറഞ്ഞു, ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുവാണ്, പക്ഷേ വീട്ടിലേക്കല്ല റീഹാബിലേക്ക് ഡിസ്ചാർജ് ചെയ്യണം, പുള്ളിക്കാരൻ ഒത്തിരി സ്ട്രെങ്ത്ത് വരാനുണ്ട്, ഒരു 2-2.5 മാസമെങ്കിലും റീഹാബിൽ പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, അവർക്ക് അവിടെ വൂണ്ട് ഡ്രസ്സിങ്ങൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി, പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ എന്നെ ഡോക്ടർ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, ഏത് റീഹാബിലേക്കാണ് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. റീഹാബിലേക്കല്ല ബിന്ദു, ഞങ്ങൾ വീട്ടിലേക്കാണ് ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി 7-ാം തീയതി വീട്ടിലേക്ക് ഡിസ്ചാർജായി. ഞാനവിടുന്ന് അന്നും തൈലം പുരട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉപ്പിട്ട്, വിശ്വാസ പ്രമാണം ചുറ്റി എന്നും ഉപ്പിട്ട് കഞ്ഞി കൊടുക്കും. 2 സ്പൂൺ കഞ്ഞി എന്നുള്ളത് 4 സ്പൂണായി, 8 സ്പൂണായി, 10 സ്പൂണായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിച്ച് ഭക്ഷണം അങ്ങനെ കൊടുക്കരുതെന്ന്. അങ്ങനെ കഞ്ഞിയിൽ നിന്ന് മാറി ചോറിലേക്കായി. അന്നേരം ഒരു ദിവസം ഞാൻ ചോറ് കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചു കുറച്ചും കൂടെ ചോറിടാൻ പറഞ്ഞു. ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെയും ചോദിച്ചു കുറച്ചും കൂടി ഇടാൻ പറഞ്ഞു. ഇല്ല, ഞാനിടത്തില്ല, എനിക്ക് പേടിയാണ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് കഴിക്കരുതെന്ന്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവേ പണ്ട് എങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്നോ അതുപോലെ കഴിക്കാനൊന്ന് ആക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ച കാര്യം ഞാൻ മറന്നുപോയി, മാതാവ് മറന്നില്ല. അങ്ങനെ 2 സ്പൂൺ കഞ്ഞി നിന്ന് 1 പ്ലേറ്റ് നന്നായിട്ട് ചോറ് കഴിക്കാൻ തുടങ്ങി. സാധാരണ ചോറ്, ഒരു കുഴപ്പമില്ല, അങ്ങനെ കഴിച്ചു. അങ്ങനെ വൂണ്ടുണങ്ങുന്നില്ല. നേഴ്സസ് വീട്ടിൽ വന്ന് ഡ്രസ്സിങ് ചെയ്യുവാണ്. കൂട്ടത്തിൽ ഞാനും 3-4 പ്രാവശ്യം ഡ്രസ്സിങ് ചെയ്യും. അങ്ങനെ 2-ാമത്തെ ദിവസം നേഴ്സസ് വരുന്നതിന് മുന്നേ ഇങ്ങനെ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ വഴി ലഭിച്ച സാക്ഷികൾ ഞാൻ കാണാറുണ്ടായിരുന്നു. ഞാനെന്ത് ചെയ്തു, ഈ തൈലം മുറിവുണ് കഴുകുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിനകത്ത് അത് ഒഴിച്ച് വെച്ച് അടച്ചു വെച്ചു. കാരണം ഇങ്ങനെയൊന്നും ചെയ്താൽ നേഴ്സസ് പിന്നെ അത് തൊടത്തില്ല, അവർ വഴക്ക് പറയും, ഭയങ്കര സ്റ്റെറൈലായിട്ടാണ് അവർ ചെയ്യുന്നത്. ഞാനതവിടെ വെച്ചു. അപ്പോൾ എൻ്റെ നേഴ്സ് വന്ന് വിളിച്ചു, എന്നെ വിളിച്ച് റൂമിലേക്ക് ഞാനും പോയി. അപ്പം ഞാനിത് നോക്കുകയാണ് ഇവരെന്താ ചെയ്യുന്നതെന്ന്. ഇവർ ഓപ്പൺ ചെയ്തു, ആ ഡ്രസ്സിങ് ട്രേയിൽ ഒഴിച്ചു, മുറിവ് കഴുകി നന്നായിട്ട് കഴുകി ഡ്രസ്സിങ് ചെയ്ത് വെച്ചു. അന്ന് അങ്ങനെ അധികം ലീക്കിംഗ് ഒന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം അവർ വന്നില്ല, ഞങ്ങൾ ഔട്ട് പേഷ്യൻറ്റ് പോകണമായിരുന്നു. ഞങ്ങൾ പോയി അവിടെ നിന്ന് ഡ്രസ്സിങ് തുറന്നപ്പം എൻ്റെ കണ്ണുകളെ കൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഒലിച്ചുകൊണ്ടിരുന്ന ആ പഴുപ്പ് ഒലിച്ചുകൊണ്ടിരുന്ന ആ മുറിവ് അങ്ങനെ അത് ഡ്രൈ ആയിരിക്കുന്നു. അവർക്കും ഭയങ്കര അത്ഭുതം, എന്താണിത് സംഭവിച്ചത്. പിന്നെ ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ എന്നും ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടുമായിരുന്നു. അങ്ങനെ അത് ക്രമേണ ഉണങ്ങി ക്രിട്ടിക്കലായി വെൻറ്റിലേറ്ററിലായിരുന്ന നടന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ മെയ് ആയപ്പോൾ നാട്ടിൽ പോയി. അമ്മയ്ക്ക് വയ്യാതെ കിടക്കുമായിരുന്നു. 2 ആഴ്ചയ്ക്ക് പോയ ആൾ 4 ആഴ്ച നാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഇപ്പോൾ സൗഖ്യമായിട്ട് വേറെ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ നിൽക്കുന്നു. ഒരു സർജറി കഴിഞ്ഞ് 12 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു, സാധാരണ ഇങ്ങനെ ബയോപ്സിക്ക് വിടാറുണ്ട്. ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്തായി ബയോപ്സി റിസൾട്ട് എന്ന്. അപ്പോൾ ഡോക്ടർ എന്നോട് വളരെ വിഷമത്തോടെ പറഞ്ഞു, ബിന്ദു റിസൾട്ട് വന്നു, പക്ഷേ അത് ആ ട്യൂമറിൽ 13 ലിംഫ് നോഡ്സ് ഉണ്ടായിരുന്നു, അതിൽ 3 പോസിറ്റിവിറ്റി ക്യാൻസർ എന്നായിരുന്നു എന്നോട് പറഞ്ഞത്. ഞാൻ ആകെ തളർന്നു. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ തളർന്ന് വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ടു. ഇനി എന്താണ് മുന്നോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞ് ഒന്ന് സ്റ്റേബിളായിട്ട് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് ഒന്നുകിൽ കീമോ അല്ലെങ്കിൽ റേഡിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് രണ്ടും വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ പോയി ലൈറ്റ്
ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അനേകായിരം സാക്ഷ്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. മാതാവ് ഇങ്ങനെ റിസൾട്ട് പോസിറ്റീവാണെന്ന് പറഞ്ഞത് നെഗറ്റീവ് ആക്കുന്നു, അതുപോലെ ട്യൂമർ ഉള്ളത് ഇല്ലാതാക്കുന്നു. ഇതൊക്കെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു, മാതാവേ എത്രയോ സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടു, നിന്നിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്കും ഈ റിപ്പോർട്ട് ഒന്ന് നെഗറ്റീവാക്കി ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട എന്ന് ഡോക്ടറോട് പറയത്തക്ക വിധം ഒന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, നടത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജായിട്ട് ആദ്യത്തെ ഔട്ട് പേഷ്യൻ്റ് അപ്പോയിൻമെൻറ്റും പോയി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അടുത്ത ആഴ്ച ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്, ഡോക്ടേഴ്സും റേഡിയോളജിസ്റ്റും സർജനും എല്ലാം കൂടി ചേർന്നിരുന്ന്, എന്നിട്ട് അവർ തീരുമാനിക്കും എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ 2ാമത്തെ ആഴ്ച പോയി, 3ാമത്തെ ആഴ്ച ഞങ്ങൾ പോയി. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എന്തിനും തയ്യാറായിരിക്കണം, അത് ഇപ്പോൾ എല്ലാത്തിനും മരുന്നുണ്ടല്ലോ, ഒന്നും പേടിക്കണ്ട, അവർ പറയുന്നത് എന്തായാലും സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് തന്ന കാശ് രൂപം എൻ്റെ കൊന്തയിൽ ഞാൻ എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് ചെന്നു ഇരുന്നു. ഡോക്ടർ വലിയ അത്ഭുതമാണ് ഇവർക്ക് എല്ലാം ഇങ്ങനെ കാണുന്നത്. അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്തായി ആ മീറ്റിംഗ്, ഡോക്ടേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞു ചോദിച്ചു. ഓ കഴിഞ്ഞു, എന്നിട്ട് എന്തായി, എന്നാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു, ബിന്ദു ഇനി ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട, ഇങ്ങനെയാണ് അവർ പറഞ്ഞത്, റേഡിയേഷനും വേണ്ട, കീമോതെറാപ്പിയും വേണ്ട, ജസ്റ്റ് റെഗുലർ ഫോളോ അപ്പ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം എന്ന് ഉടനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന് എൻ്റെ മാതാവിൻ്റെ മുന്നിൽ ഞാൻ മുട്ടുകുട്ടി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അത്രയും വലിയ അനുഗ്രഹം തന്ന് മാതാവ് എന്നെ ഞങ്ങളെ ആ ട്രീറ്റ്മെൻറ്റിൽ നിന്നും ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട എന്ന രീതിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും അനേകായിരം നന്ദി. വിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് രശ്മി രാജേഷ്, കൊല്ലം ജില്ലയിലെ ശൂർനാട് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത്, ഞാനും എൻ്റെ അമ്മയും ഞങ്ങൾ ഒരുമിച്ചാണ് വന്ന് ഉടമ്പടി എടുത്തത് 2022 എൻ്റെ ഉടമ്പടിയുടെ ആദ്യത്തെ ഉടമ്പടിയിലെ നിയോഗമായിരുന്നു എൻ്റെ മകന് 8 വർഷമായിട്ടുണ്ടായിരുന്ന പനി വരുമ്പോൾ അവന് പെട്ടെന്ന് വീസിങ് ആകുമായിരുന്നു. ഈ അലർജി രോഗം സൗഖ്യമാക്കുന്നതിന് വേണ്ടിയായിരുന്നു എൻ്റെ നിയോഗത്തിൽ ഞാൻ ആദ്യം വെച്ചിരുന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വട്ടം കൂടി അവന് ഇങ്ങനെ ഈ വീസിങ് വന്നു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് ദിവസവും വൈകിട്ട് ഞാൻ അവന് കുരിശ് വരയ്ക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഒരു ഇതിൽ അവൻ ഒരു പ്രാവശ്യം കൂടി ഈ വീസിങ് വന്നു. പിന്നീട് അവന് അങ്ങനെ ഒരു അസുഖമേ ഉണ്ടായിട്ടില്ല. അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ടും ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടുമാണ് ഈ വീസിങ് അവന് പൂർണ്ണമായിട്ടും മാറിക്കിട്ടിയത്. അടുത്തതായിട്ട് എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഊഞ്ഞാലിൽ നിന്ന് വീണ് അവളുടെ പല്ലുകൊണ്ട് ചുണ്ട് മുറിയുകയും അത് കുറച്ച് ആഴത്തിലേക്ക് മുറിയുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ മുറിവ് കരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ആ ചുണ്ടിൻ്റെ അവിടെ ഒരു സിസ്റ്റ് പോലെ വന്നു. ആ സിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സർജറി ചെയ്യണം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അങ്ങനെ അത് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് അത് സ്റ്റിച്ച് ഇട്ടതിൻ്റെ 2 സൈഡും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും 2 സ്റ്റിച്ച് ഇട്ടതിൻ്റെ 2 സൈഡിലായിട്ട് വീണ്ടും 2 സിസ്റ്റ് പോലെ വന്നു. അപ്പോൾ വീണ്ടും ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മ്യൂക്കസ് സിസ്റ്റാണ്, ഇത് സർജറി ചെയ്യാതെ മാറില്ല, ഇനിയും സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വീണ്ടും സർജറി ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം ദിവസവും ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവളുടെ ചുണ്ടിൽ കുരിശ് വരച്ച് വിശ്വാസം പ്രമാണം ചൊല്ലുമായിരുന്നു. അങ്ങനെ ആദ്യമൊന്നും മാറിയില്ല. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ചുണ്ടിൽ വന്ന 2 മ്യൂക്കസ് സിസ്റ്റും അത് ചൊട്ടിപ്പോവുകയും സർജറി ഒന്നുമില്ലാതെ തന്നെ അത് ഭേദമാവുകയും ചെയ്തു. അത് ഉടമ്പടി തൈലം, നേർച്ച വസ്തുവായ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അത് അവൾക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം ലഭിച്ചത്. അടുത്തതായിട്ട് എൻ്റെ അച്ഛന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അച്ഛന് 2023 അച്ഛന് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ കൈക്ക് സൈഡിൽ ഒരു പെരുപ്പ് പോലെ അനുഭവപ്പെട്ടു. അങ്ങനെ അച്ഛൻ തന്നെ 2 വീലർ ഉപയോഗിച്ച് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോവുകയും അപ്പോൾ ക്ലിനിക്കിൽ ചെന്നപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇഞ്ചക്ഷൻ എടുത്തു വിട്ടു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയാകാറായപ്പോഴത്തേന് അച്ഛന് വീണ്ടും ഒരു സൈഡിൽ ഒരു തളർച്ച പോലെ
ലെഫ്റ്റ് സൈഡിൽ ഒരു തളർച്ച പോലെ തോന്നുകയും അങ്ങനെ അടുത്ത് തന്നെയുള്ള വേറൊരു ക്ലിനിക്കിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ ECG എടുത്ത് ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, BP കുറച്ച് കൂടിയതാ, അല്ലാതെ പ്രശ്നമില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു 5:30-6 മണി ആയപ്പോഴേക്കും അച്ഛന് ചെയറിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു സൈഡ് ഫുള്ള് തളർന്നു പോകുന്നത് പോലെ തോന്നി. അങ്ങനെ ഞങ്ങളൊരു ഓർത്തോയെ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സ്ട്രോക്ക് വന്നതാണ്, ഇത്രയും സമയം എന്തിനാ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്, ഇത് പെട്ടെന്ന് തന്നെ നിങ്ങളങ്ങ് മെഡിക്കൽ കോളേജിലോട്ട് വണ്ടാനത്തോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ആംബുലൻസിൽ തന്നെ കൊണ്ടുപോയാൽ മതി, പ്രൈവറ്റിലോട്ടൊന്നും കൊണ്ടുപോകണ്ട, കൊണ്ടുപോയി കഴിഞ്ഞാൽ ICUവിലാക്കും, അവിടെ ന്യൂറോ ഒന്നും കാണത്തില്ല, പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടാനത്തേക്ക് അച്ഛനെ കൊണ്ടുവന്നു, ആംബുലൻസിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ ആംബുലൻസിൽ കരുനാഗപ്പള്ളിയിൽ നിന്നും വണ്ടാനം വരെ എത്തുന്നിടം വരെയും ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപവും വെച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വണ്ടാനത്ത് എത്തിക്കഴിഞ്ഞ് ഡോക്ടർ CT എടുക്കുകയും ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തു. അപ്പോൾ പക്ഷേ അച്ഛന് നമ്മൾ ഉദ്ദേശിച്ച അത്രയും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരു സ്ട്രോക്ക് വന്ന ഒരാളിനെ ഈ 3.5 മണിക്കൂർ 4 മണിക്കൂറിനകം കൊണ്ടുവന്നില്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവുകയും എന്തെങ്കിലും ഒരു സൈഡ് തളരുകയോ അങ്ങനെയൊക്കെ സംഭവിക്കുകയോ ചെയ്യും, നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് ഇതൊന്നും സംഭവിക്കാഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം മാത്രം ഹോസ്പിറ്റലിൽ കിടക്കുകയും അവിടുന്ന് 3-ാമത്തെ ദിവസം അച്ഛൻ ഡിസ്ചാർജ് ആവുകയും ചെയ്തു. അതും ഉടമ്പടി തൈലവും കാശുരൂപവും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അച്ഛന് സൗഖ്യം ലഭിച്ചത്. അടുത്തതും അച്ഛൻ്റെ തന്നെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അച്ഛൻ 2 വീലറിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പട്ടി കുറുക്കിയാടുകയും അച്ഛൻ സൈഡിലേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അച്ഛനെ അവിടുന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമില്ല, ചെറിയൊരു ക്രാക്കാണ്, അത് റെസ്റ്റ് എടുത്താൽ മാറും, 4 ദിവസം കഴിഞ്ഞ് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അച്ഛന് ശക്തിയായിട്ടുള്ള പെയിൻ ആവുകയും കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത രീതിയാവുകയും ചെയ്തു. അപ്പോഴും ഞങ്ങൾ ഉടമ്പടി തൈലം നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ഉടമ്പടി തൈലം എല്ലാം അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അച്ഛന് ബെഡിൽ കിടക്കാൻ വയ്യ, ചെയറിലിരുന്നായിരുന്നു ഉറങ്ങിയിരുന്നത്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ അവർ സ്കാൻ ചെയ്ത് CT എടുത്തപ്പോൾ പറഞ്ഞു ഇത് നല്ല ഫ്രാക്ചറായിട്ടുണ്ട്, ഇടുപ്പല്ലിനാണ്, നല്ല ഫ്രാക്ചറായിട്ടുണ്ട്, ഇത് സർജറി ചെയ്താലേ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അങ്ങ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകൂ, മെഡിക്കൽ കോളേജിലാവുമ്പോൾ നല്ല ഡോക്ടർമാരൊക്കെ ഉണ്ട്, എത്രയും പെട്ടെന്ന് എത്തിക്കാവോ അത്രയും നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ അവിടുന്ന് ആംബുലൻസിൽ അങ്ങ് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നു ഡോക്ടർ നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് സർജറി ചെയ്താലേ പറ്റുള്ളൂ, ഇത്രയും 4 ദിവസമായിട്ടും 4 ദിവസം കൊണ്ടിരിക്കുക, അത് പെട്ടെന്ന് ആ ടൈമിലായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇനി സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇത് സക്സസ് ആകുമോ എന്നറിയില്ല, ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ട്രാക്ഷൻ ഇട്ട് നോക്കാമെന്നും പറഞ്ഞ് അച്ഛൻ്റെ കാലിൽ ട്രാക്ഷൻ ഇട്ട് നല്ല നീരായിട്ടിരിക്കും. അച്ഛൻ 4 ദിവസമായിട്ട് കിടന്നുറങ്ങാൻ പോലും വയ്യാതെ ചെയറിലിരുന്നായിരുന്നു ഉറങ്ങുന്നത്. അങ്ങനെ ട്രാക്ഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അമ്മയുടെ കയ്യിൽ ഉടമ്പടി തൈലവും കാശുരൂപവും ഉണ്ടായിരുന്നു. അമ്മ ആ ഉടമ്പടി തൈലം അച്ഛൻ്റെ കാലിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, സർജറി ചെയ്യേണ്ടി വരല്ലേ, എത്രയും പെട്ടെന്ന് ഇത് ഭേദമാകണേ നമ്മ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, നോക്കാം, ട്രൈ ചെയ്യാൻ, ട്രാക്ഷൻ ഇട്ട് നോക്കാം, പറ്റിയാൽ എന്താണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, സർജറി ചെയ്താലും സക്സസ് ആകത്തില്ല, കാരണം ഇത് സംഭവിച്ചിട്ട് 4 ദിവസമായി, അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ അവിടെ അഡ്മിറ്റാക്കി. പിറ്റേ ദിവസം ആയപ്പോഴേക്കും അച്ഛൻ്റെ കാലിൻ്റെ നല്ല നീര് വെച്ചിട്ടുണ്ടായിരുന്നു കാലിന്. അപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ കാലിൻ്റെ നീര് കുറഞ്ഞു. ട്രാക്ഷൻ ഇട്ട് വെയിറ്റ് വിട്ട് പറഞ്ഞു 48 ദിവസം ഇങ്ങനെ ഒരേ കിടപ്പ് തന്നെ ഇങ്ങനെ ട്രാക്ഷൻ ഇട്ട് കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 8ാമത്തെ ദിവസം അവിടെ നിന്നും അച്ഛനെ ഡിസ്ചാർജ് ആക്കി. ആംബുലൻസിലാണ് അച്ഛനെ വീട്ടിലേക്ക് കിടന്നുകൊണ്ട് തന്നെയാണ് അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്, എണീക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് അച്ഛനെ ആംബുലൻസിൽ 8 ദിവസം കഴിഞ്ഞപ്പോൾ ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലെത്തിയപ്പോഴും ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചിരുന്നു.
അങ്ങനെ 48 ദിവസം എന്ന് പറഞ്ഞത് 24 ദിവസം ആയപ്പോഴേക്കും അതിൽ കുറച്ച് ദിവസം ആയപ്പോഴത്തേന് അച്ഛൻ ഈ വെയിറ്റ് ഇടുന്നതിനകത്ത് വെയിറ്റ് ഇട്ടതിനകത്ത് എന്തോ ഇറിറ്റേഷൻ പോലെ ആ വെയിറ്റ് കിടക്കുന്നത് കൊണ്ട് തോന്നി. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഈ വെയിറ്റ് മാറ്റുകയേ ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അച്ഛൻ്റെ ഈ ഇറിറ്റേഷൻ കാരണം വെയിറ്റിൻ്റെ കുറച്ച് വെയിറ്റ് ഒന്ന് മാറ്റി കൊടുത്തു. അത് ഡോക്ടർമാർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ മാറ്റിയപ്പോൾ അച്ഛനപ്പോൾ ഒരു ആശ്വാസം കിട്ടി, ആ വെയിറ്റ് കുറച്ച് മാറ്റിയപ്പോൾ. അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കാലിൽ ഉടമ്പടി തൈലം, ആ മുറിവിൽ ഉടമ്പടി തൈലം എല്ലാം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഷുഗറും ഒക്കെ ഉണ്ട്. അപ്പോൾ കമ്പി കിഴിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും മുറിവ് പഴുക്കുവോ എന്തും ആകാമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. 48 ദിവസം പറഞ്ഞത്. 24-ാമത്തെ ദിവസം അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ട്രാക്ഷൻ മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രാക്ഷൻ മാറ്റിയിട്ട് വീട്ടിൽ വിട്ട് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു മാസം വീണ്ടും ഈ ട്രാക്ഷൻ എടുത്തടത്ത് നല്ല നീരുമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉടമ്പടി തൈലവും എല്ലാം പുരട്ടി ഉപ്പ് വെള്ളത്തിനകത്തിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പ് പിടിക്കുമായിരുന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അച്ഛനെ കൊണ്ടുചെന്ന് കഴിഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടറിന് തന്നെ അതിശയമായിപ്പോയി. ഡോക്ടർ പറഞ്ഞു ഇയാൾ ഇങ്ങനെയൊന്നും എണീറ്റ് നടക്കുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആകത്തില്ലായിരുന്നു, ഇയാൾ എണീക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇത് അത്ഭുതമാണ്. 2 സൈഡും ഇടുപ്പല്ലായിരുന്നു. അപ്പോൾ 2 സൈഡിലെയും ഇപ്പോൾ ഒരുപോലെ, ഒരു സാധാരണ ഒരു മനുഷ്യന് എങ്ങനെയാണ് 2 സൈഡും ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഫ്രാക്ചറുകളല്ല, ഇത് മൊത്തം ഒടിഞ്ഞു പോയതായിരുന്നു. ഈ ഫ്രാക്ചറുകളെല്ലാം മാറി 2 സൈഡും ഒരേപോലെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു നടക്കുന്ന സമയത്ത് ഒരു സ്റ്റിക്ക് കയ്യിൽ പിടിക്കണം, ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരു സ്റ്റിക്ക് കയ്യിൽ പിടിക്കണമെന്ന് പറഞ്ഞു. ഡോക്ടറിന് അറിയത്തില്ല. ഡോക്ടർ വിചാരിച്ചു ഇങ്ങനെ സംഭവിക്കുന്ന പേഷ്യൻ്റൊക്കെ പെട്ടെന്ന് നടക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ സ്റ്റിക്കിൻ്റെ ഒന്നും ഒരു സഹായവും വേണ്ടി വന്നില്ല. കാരണം അമ്മ മാതാവിൻ്റെ സഹായം ഉള്ളപ്പോൾ നമുക്ക് സ്റ്റിക്കിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അച്ഛൻ ഇപ്പം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാറിലായിരുന്നു അച്ഛൻ ഹോസ്പിറ്റലിൽ പോകുകയെല്ലാം ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇന്ന് ഇത്രയും ദൂരം, ഞങ്ങൾ ശൂരനാടാ, അവിടെ നിന്ന് ഇവിടം വരെ അച്ഛൻ ബസ്സിൽ കയറുന്നതിനും പ്രശ്നമില്ലായിരുന്നു, ഇവിടെ വരുന്നതിനും അച്ഛന് നടക്കുന്നതിനും ഒന്നും ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ രോഗസൗഖ്യം. കാണാൻ വരുന്നവരെല്ലാം പറയുമായിരുന്നു ഇത് എണീക്കത്തില്ല, ഇനി ഇങ്ങനെ കിടക്കത്തതേ ഉള്ളൂ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അച്ഛനും വിഷമമായിരുന്നു, ഞങ്ങൾക്കെല്ലാം വിഷമമായിരുന്നു. പക്ഷേ എത്ര പെട്ടെന്ന് റിക്കവറായെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ കാണുന്നവർക്കെല്ലാം അതിശയമാണ്. അച്ഛൻ ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ എല്ലാവർക്കും അതിശയമാണ്, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ നടക്കുന്നത്. സാധാരണ ഇങ്ങനെ പറ്റിയ പേഷ്യൻസ് ഒന്നും ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് റിക്കവറായി നടക്കില്ല. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചതാണ്. ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അത് കൂടെ ആളില്ലാത്തത് കൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം എല്ലാവർക്കും വിശ്വാസ പ്രമാണം ചൊല്ലി അത് അർഹതപ്പെട്ടവർക്കാണ് ഈ പത്രം കൊടുത്തിരുന്നത്. പത്രം കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് എല്ലാവരെയും ഞങ്ങൾ പറഞ്ഞു തന്നെ കുറേ ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ അവിടെ ഒരു കൃപാസനം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ കുറേ ആൾക്കാർ ചേർന്ന്, മെയിനായിട്ട് ഒരു ചേച്ചിയും ഒരണ്ണനുമാണ് ഈ ഗ്രൂപ്പ് നടത്തുന്നത്. അവിടെ ഞങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ചേർന്ന് കാശ് പിരിച്ച് ഫുഡ് ഉണ്ടാക്കി എല്ലാ മാസത്തെയും 2ാമത്തെ തിങ്കളാഴ്ച കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അമ്മ മാതാവിൻ്റെ പേരിൽ കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ കുട്ടികൾക്കാണെങ്കിലും അവരുടെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അമ്മ മാതാവിൻ്റെ സഹായം കൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും രാവിലെ 2 പേർക്കും ഞാൻ ഉടമ്പടി തൈലം അവരുടെ നെറ്റിയിൽ തൊട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് 2 പേരെയും സ്കൂളിലേക്ക് വിടുന്നത്. ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.
എല്ലാ കാര്യങ്ങളും കുറേ കാര്യങ്ങളും ഇനി സാധിക്കാനുണ്ടെങ്കിൽ അത് അമ്മ മാതാവായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ചിലപ്പം നമുക്ക് ചില കാര്യങ്ങളിൽ അനുഗ്രഹം കിട്ടാൻ കുറച്ച് താമസം എടുക്കും. എന്നാലും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് നിരാശയൊന്നുമില്ല. കാരണം ഇപ്പോഴല്ല, എപ്പോഴാണെങ്കിലും അമ്മ മാതാവ് അത് സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ ജീവിതകാലം മുഴുവൻ ഈ വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്കായാലും ഇനി അവരുടെ ജീവിതത്തിൽ എന്ത് കിട്ടിയാലും അത് മെറിറ്റ് കൊണ്ടല്ല, ഗ്രേസ് കൊണ്ടാണ് കിട്ടുന്നതെന്ന് അവർ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ അവർ വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അമ്മ മാതാവിനോട് അതാണ് പ്രാർത്ഥിക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഈ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും, ഉടമ്പടി എടുത്ത എല്ലാവർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. യാക്കോബ് 5:15-16 തിരുവചനങ്ങൾ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കുവാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. രശ്മി രാജേഷ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ നേർച്ച പുസ്തകം അത് വലിയ ദൈവിക ശക്തിയോടുകൂടി നമുക്ക് കൈമാറപ്പെടുന്നതാണ്. കഴിഞ്ഞ 39 വർഷം തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് ലഭിച്ച ദൈവകൃപയിലും ദൈവികമായ പ്രത്യേക അനുഗ്രഹത്തിലും ആശ്രയിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി ജോസഫച്ചൻ ആശീർവദിച്ച് കൈമാറുന്നതാണ് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ഉടമ്പടിയുടെ ഓരോ നേർച്ച പുസ്തകം. അത് വിശ്വാസത്തോടെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് രോഗസൗഖ്യത്തിനുള്ള ഔഷധമായി മാറും, അഭിഷേകത്തിനുള്ള തൈലമായി മാറും. അത് വിതറുകയും അത് പ്രയോഗിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിൽ അത് സാത്താൻ്റെ ശക്തികൾ അകലെ പോകും, കെട്ടുപാടുകൾ മാറിപ്പോകും, തടസ്സങ്ങൾ നീങ്ങിപ്പോകും, പുതിയ വഴികൾ നമുക്ക് തുറന്നു കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും ഈ നേർച്ച വസ്തുക്കൾ ഉള്ളിൽ ഉപയോഗിക്കുവാനും ശരീരത്തിൽ ധരിക്കുവാനും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാനും തയ്യാറാകുമ്പോൾ ഏത് നിയോഗത്തിലാണോ ഈ നേർച്ച വസ്തുവിനെ നാം പ്രയോഗിക്കുക, ആ നേർച്ച വസ്തു നമുക്ക് ദൈവശക്തിയുടെയും ദൈവ സംരക്ഷണത്തിൻ്റെയും നാളിതുവരെ നടക്കാത്ത കാര്യങ്ങൾ നടത്തിത്തരുവാൻ ദൈവിക ദൂതരുടെയും അടയാളങ്ങളായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനാവും. ഒത്തിരി മക്കൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉടമ്പടി സാക്ഷ്യത്തിൽ ആവർത്തിച്ച് പറയും, ഞങ്ങൾ ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശുരൂപം ഇതൊക്കെയും ഞങ്ങൾ ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിത വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതകരമായ സൗഖ്യങ്ങൾ, അത്ഭുതകരമായ ദൈവിക സാന്നിധ്യവും ഇടപെടലും ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയെന്ന്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അമ്മ ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ ലോകത്തിന് മുഴുവനും പുതിയൊരു ജനതയെ സുവിശേഷം അറിയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ആത്മാവിനെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്ന ഒരു ജനതയെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുവാൻ അമ്മ ഈ അന്ത്യകാലത്ത് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ലോകത്തോട് പറയുന്നു, ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന പ്രവണതകളിൽ നിന്ന് പിന്മാറുവാനും ആത്മാവിനെ ദൈവത്തിൽ ഉടമപ്പെടുത്തുന്ന ജീവിതത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുവാനുമായിട്ട്, അതിന് നമ്മുടെ ആത്മാവിനെ കൂടുതൽ ദൈവസ്നേഹത്താൽ നിറയ്ക്കുന്നതിനും ദൈവിക ചൈതന്യത്തിൽ നിലനിർത്തുന്നതിനുമാണ് അടയാളങ്ങളിലൂടെ അമ്മ മാതാവ് ഈശോയിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകി ഈ നാളുകളിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളെ വിശ്വാസത്തോടെ പ്രയോഗിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി ശരണപ്പെട്ട് വിശ്വസിക്കാം. വലിയ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആത്മാവിനെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യാം. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും രോഗസൗഖ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.